ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊണ്ട ഒരു സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസൺ. മഞ്ഞപ്പട ഉൾപ്പെടെയുള്ള ആരാധക കൂട്ടായ്മകൾ എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള തങ്ങളുടെ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയിരുന്നു. സ്റ്റേഡിയം കാലിയാക്കുന്ന തരത്തിലുള്ള ബഹിഷ്കരണം വരെ നടന്നിരുന്നു. അത് ഫലം കാണുകയും ചെയ്തിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ഹോം മത്സരങ്ങൾക്ക് വളരെ തുച്ഛമായ ആരാധകരായിരുന്നു സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നത്. എന്നാൽ സ്റ്റേഡിയത്തിൽ മാത്രമല്ല, സാമൂഹിക മാധ്യമങ്ങളിലും ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൈവിടുന്നു എന്നുള്ളതിൻ്റെ കണക്കുകളാണ്, അതല്ലെങ്കിൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇടിവ് രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഘട്ടത്തിൽ 3.9 മില്യൺ ഫോളോവേഴ്സിലേക്ക് എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. പക്ഷേ അത് 3.8 മില്യൺ ഫോളോവേഴ്സിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് ഇൻസ്റ്റഗ്രാമിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറയുന്നു. അതായത് കഴിഞ്ഞ 3 മാസത്തിനിടെ 41,000 ഫോളോവേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിന് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫോളോവേഴ്സിൻ്റെ 1% അവിടെ നഷ്ടമായി കഴിഞ്ഞു. അതായത് പലരും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ അൺഫോളോ ചെയ്തു പോകുന്ന ഒരു ദുഃഖകരമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം വ്യക്തമൊന്നുമല്ല. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സമീപകാലത്തെ മോശം പ്രകടനങ്ങളും മാനേജ്മെൻറ്റിൻ്റെ മോശം തീരുമാനങ്ങളും ഒക്കെയാണ് ഇതിന് പിറകിലുള്ള കാരണമായിക്കൊണ്ട് പലരും വിലയിരുത്തുന്നത്. ഏതായാലും വരുന്ന സീസണിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് അവർക്ക് ഈ ഒരു ആരാധകരെ സോഷ്യൽ മീഡിയയിലും സ്റ്റേഡിയത്തിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.